ഹായ്, വെൽക്കം ടു ദ ഫസ്റ്റ് വീഡിയോ ഓഫ് മൈ ചാനൽ. എല്ലാവർക്കും ഒരു ടുലിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വിൻ്റർ പോയോ എന്ന് ചോദിച്ചാൽ പോയി, സമ്മർ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ് രാവിലെ സമയമൊക്കെ. ഈ സമയം നമുക്കിങ്ങനെ ഫ്ലവേഴ്സ് കാണാനും ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സമയം കൂടിയാണിത്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ റോഡ് സൈഡിലെങ്ങും ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഒരു ഹാപ്പിനെസ് നമുക്ക് ഈ ഫ്ലവേഴ്സ് തരും. പല സ്ഥലത്തും ഡൽഹിയിൽ ഈ ടൂലിപ്പ് ഫെസ്റ്റിവൽസ് ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ഫ്ലവർ ഷോസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സമയം പോയാൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സും സീഡ്സും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. ഞങ്ങൾ പോയ ഏരിയ എന്നുള്ളത് എംബസി ഓഫ് ജപ്പാൻ, മ്യാൻമാർ, അമേരിക്കൻ എംബസി, ഇതിൻ്റെയൊക്കെ ഒരു സൈഡായിരുന്നു. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും, മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്നവർ, ഫാമിലിയായിട്ട് പിക്ചേഴ്സ് എടുത്ത് സൂക്ഷിക്കാൻ വന്നവർ, കുഞ്ഞുങ്ങളെ ടൂലിപ്സ് കാണിക്കാൻ വന്നവർ, എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ടൂലിപ്സ് ഈ സ്പ്രിംഗ് സീസണിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രിംഗ് ടൈമിൽ ഇത് വന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഏറ്റവും ബെസ്റ്റ് ഗാർഡൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് നെതർലൻഡ്സിലാണ്. ഈ സെൻട്രൽ ഏഷ്യയിൽ ആണ് ടൂലിപ്സിൻ്റെ ഉത്ഭവം ആദ്യമായി ഉണ്ടായിരുന്നത്. ബേസിക്കായിട്ട് ഈ ഒരു 4-5 കളേഴ്സാണ് ടൂലിപ്സിന്. ദാറ്റ് ഈസ് ഓറഞ്ച്, മെറൂൺ, യെല്ലോ, വൈറ്റ്. ഇതൊക്കെയാണൊരു ബേസിക് കളേഴ്സ്. പക്ഷേ 4000-ലധികം ടൂലിപ്സ് വെറൈറ്റീസ് ഉണ്ട്. ഈ യെല്ലോ കളർ കണ്ടില്ലേ, ശരിക്കും ടൂലിപ്സ് 100% ജസ്റ്റിസ് ആ കളേഴ്സിനോട് കാണിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ജോയസ് ടു ലുക്ക് അറ്റ്. ഈ ഒരു കളറൊക്കെ കണ്ടില്ലേ, ആ ഒരു വൈബ്രൻ്റായിട്ട് അതിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. പല കൺട്രീസിലും ടൂലിപ്പ് ഫീൽഡ്സ് തന്നെയുണ്ട്. വലിയ ഫീൽഡ്സിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ടൂലിപ്സ് വെച്ച് അവരവിടെ ഫെസ്റ്റിവൽസ് ഒക്കെ നടത്താറുണ്ട്. ടൂലിപ്സ് ആദ്യമായിട്ട് യൂറോപ്പിൽ ചെന്നപ്പോൾ ഈ ആൻറ്റ്വർപ്പിൽ ടൂലിപ്സ് ബൾബ്സ് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നുള്ള രസകരമായ സ്റ്റോറീസൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഡച്ച് ടൂലിപ്സുമായിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് ടൂലിപ്പ് മാനിയ തന്നെ ഒരു പീരീഡിൽ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാവരും ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നെതർലൻഡ്സ് ആണ് ടൂലിപ്പ് കൾട്ടിവേഷന് വെൽ നോൺ ആയിട്ടുള്ളത്. പക്ഷേ ഒരുപാട് കൺട്രീസ് ഈ ടൂലിപ്പ് ടൈമിൽ അവിടെ ഓരോ ഫെസ്റ്റിവൽസ് ഒക്കെ വെക്കുകയും ആൾക്കാരെ ആകർഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഡൽഹി വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മാർച്ച് ടൈമിൽ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ടൂലിപ്സിൻ്റെ ആ ഭംഗി ആസ്വദിക്കാം. അതുപോലെ ഡിഫറെൻറ്റ് ടൂലിപ്പ് ഫെസ്റ്റിവൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു സമയമൊക്കെ കിട്ടും ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ. എന്ത് ഭംഗിയാണല്ലേ ടൂലിപ്സ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ഇതിൻ്റെ ലീവ്സ് വളരെ കുറവാണ്, ഇതിന് ലീവ്സ്, പക്ഷേ ലോങ് ലീവ്സ് ആണുള്ളത്. 4 to 28 ഇഞ്ചസ് എന്ന് വെച്ചാൽ ഏകദേശം 10 to 70 സെൻറ്റിമീറ്ററാണ് ഏകദേശം ടൂലിപ്സിൻ്റെ ഒരു ഹൈറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് എനിക്ക് പേർപ്പിൾ കളർ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പേർപ്പിൾ ഇല്ലായിരുന്നു. ഇവിടെ ബേസിക് വെറൈറ്റീസ് മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും എല്ലാ കളേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഡച്ച് ഇതിൽ ഒബ്സസ്ഡ് ആയിട്ട് അവരുടെ പാലസ് ഗാർഡൻസിലൊക്കെ ഇത് വളർത്തുമായിരുന്നു. അതുപോലെ ഈ ടൂലിപ്സ് ബൊക്കേസ് എപ്പോഴും ഒരു സിംബൽ ഓഫ് ലവ് ആണ്. പാർട്ട്നേഴ്സിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഈ ടൂലിപ്സ് ബൊക്കെ കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ടൂലിപ്സിന് പല ഷേപ്സ് ഉണ്ട്. കപ്പ് ഷേപ്ഡ്, ടിയർ ഡ്രോപ്പ്, ബൗൾ, ഗോബ്ലെറ്റ് ആൻഡ് സ്റ്റാർ ഷേപ്ഡ് ടൂലിപ്സ് ഉണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, ചായ് ലവേഴ്സിന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ടൂലിപ്സ് ആസ്വദിക്കാൻ വേണ്ടി ഇത് ഇങ്ങനൊരു ചേട്ടൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചായ വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ വൈറ്റ് ടൂലിപ്സ് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു സിംബൽ ഓഫ് ആ ഒരു പീസ്, ലവ് ഒക്കെയാണ്.
നമുക്ക് മനസ്സിനൊരു സമാധാനം തരുന്നൊരു കളറ് ആണല്ലോ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പീസാണ് എനിക്കെപ്പോഴും വൈറ്റ് ടൂലിപ്സ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നൊരു പോയറ്റ് റൈറ്റർ ടൂലിപ്സ് എന്ന് പറഞ്ഞൊരു പോയം തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ടൂലിപ്പ് മാനിയ വന്ന സമയത്ത് ഈ ഡച്ച് ആൾക്കാർ ഇത് ടൂലിപ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് വരെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ ആ ഒരു സമയം ടൂലിപ്സ് ആർട്ടിൽ വരെ ഭയങ്കര ഫേമസ് ആയി. സ്റ്റിൽ ലൈഫ് പെയിൻറ്റിങ്സ് ഈ ടൂലിപ്സിനെ വെച്ച് ചെയ്യുമായിരുന്നു. ഡിഫറെൻറ്റ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് മാക്സിമം ഈ ഒരു ടൂലിപ്സിൻ്റെ ഭംഗി ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് സമയത്തേനല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ടൂലിപ്സ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് 1 ഇയർ കഴിഞ്ഞാണ് ഇത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം വന്ന് ടൂലിപ്പിൻ്റെ ആ ഭംഗി ആസ്വദിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ടൂലിപ്പ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി വിസിറ്റ് ചെയ്യുക. അതുപോലെ ടൂലിപ്സ് ഉള്ള ടൈമിൽ നിങ്ങൾ ഈ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും കാണാൻ സാധിക്കും. ലില്ലി ഫാമിലിപ്പെട്ട ടൂലിപ്സിനെ പറ്റി റാൽഫ് വേഡോ എമേഴ്സൺ ഇങ്ങനെ കോട്ട് ചെയ്തു: എമിഡ്സ് ലൈഫ്സ് കെയോസ് ഫൈൻഡ് യുവർ ഹാപ്പിനെസ് ഇൻ ദ സിമ്പിൾ എലഗൻസ് ഓഫ് ടൂലിപ്സ്. യെസ്, ടൂലിപ്സിൻ്റെ ഭംഗി കാണാൻ വരുന്നവർക്ക് ശരിക്കും ടൂലിപ്സ് ഒരു നല്ലൊരു ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഷോ സം ലവ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ സ്റ്റേ ഹാപ്പി, ഹെൽത്തി ആൻഡ് ഗോഡ് ബ്ലസ് യു. ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.